الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام. ബഹുമാന്യരെ, സ്നേഹനിധികളായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ജഗന്നിയന്താവും അളവറ്റ ദയാലുവും കൃപാലുവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിപ്പെടാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴിവിൻ്റെ പരമാവധി ആദരപൂർവ്വം പിന്തുടരാനും അതുവഴി മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും എപ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി പരിശ്രമിക്കുകയും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം നമ്മൾ ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഓർമ്മ പെരുന്നാളുകളുടെ മാസത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചയും അതിൻ്റെ സന്ദേശങ്ങളുമൊക്കെ നമ്മെ പഠിപ്പിച്ചു തന്ന മഹാനവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തിയ ഒരു പ്രാർത്ഥനയാണ് സൂറത്ത് ഇബ്രാഹിമിൽ നിന്ന് നമ്മൾ കേട്ടത്. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, ഇജാൽ ഹാദൽ ബലദ ആമിനൻ, അല്ലാഹുവേ, ഞാൻ ജീവിക്കുന്ന ഈ നാടിനെ നിർഭയത്വമുള്ള സുരക്ഷിതത്വമുള്ള നാടാക്കി തീർക്കണമേ. വജ്നുബ്നി വ ബനിയ, എന്നെയും എൻ്റെ മക്കളെയും അൻ അഅ്ബുദൽ അസ്നാം, വിഗ്രഹാരാധനയിൽ നിന്ന്
അകറ്റി നിർത്തുകയും ചെയ്യണമേ എന്ന് മഹാനവറുകൾ പ്രാർത്ഥിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുംതഹിനയിൽ നമ്മളെ പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരിൽ അള്ളാഹുവെ ഏറെക്കുറെ ഓർക്കാനും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാനും ശ്രമിക്കുന്നവർക്കുള്ള ഉത്തമമായ മാതൃകകൾ കണ്ടെത്താൻ കഴിയും എന്നാണ്. അദ്ദേഹം ജീവിച്ചു തീർത്ത നാടിന്റെ പ്രത്യേകത എന്തുകൊണ്ടും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട് ഏകദേശം കിടപിടിക്കുന്ന സാമ്യപ്പെടുന്ന കാലാവസ്ഥയാണ്. പതനരാമിൽ ഊർപട്ടണത്തിൽ ജനിച്ച് അദ്ദേഹം കടന്നുപോയ വഴികളൊക്കെയും, അത് ഊറാവട്ടെ, ഫിലസ്തീനാവട്ടെ, സദൂമാവട്ടെ, ഗമോറയാവട്ടെ, അത് ഹറാനോ ഹാറാനോ ഇറാഖിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളോ ആവട്ടെ, അവിടെയെല്ലാം ഉണ്ടായിരുന്നത് കടുത്ത തൗഹീദി വിരുദ്ധരായ ജനവിഭാഗവും തൗഹീദിനെ, കലിമത്തു തൗഹീദിനെയും അതിൻ്റെ ആശയാദർശങ്ങളെയും അതിൻ്റെ വക്താക്കളെയും പ്രയോക്താക്കളെയും ഇല്ലായ്മ ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയ ഭരണാധികാരികളുടെയും നാടുകളായിരുന്നു ഇതെല്ലാം. നക്ഷത്രാരാധകരുടെ നാടുകളുണ്ടായിരുന്നു, വിഗ്രഹാരാധകരുടെ നാടുകൾ, സൂര്യചന്ദ്രന്മാരെ ആരാധിക്കുന്നവരുടെ ആളുകൾ, വ്യക്തിപൂജ നടത്തുന്ന ആളുകൾ, എല്ലാം ആൾദൈവവാദികൾ പോലും ഉണ്ടായിരുന്ന നാട്ടിൽ ആണ് ഏകദേശം 200 വർഷത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ജീവിക്കാനുണ്ടായിരുന്നത്. അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയൊന്ന് ഇങ്ങനെയാണെങ്കിൽ, സൂറത്ത് അൽ-ബഖറയുടെ 126-ാമത്തെ ആയത്തിൽ അദ്ദേഹം പറയും, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവേ, ഈ നാടിനെ നിന്റെ ദീന്, കെലിമ, അതിൻ്റെ ആശയം, അതിൻ്റെ ആദർശങ്ങൾ, അതിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങൾ, അതിൻ്റെ സ്വഭാവ ചിട്ടകൾ ഒക്കെ നിലനിർത്തി ആഗ്രഹിക്കുന്നവർക്കെല്ലാം അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിർഭയത്വമുള്ള, വല്ലാത്തൊരു പ്രയോഗമല്ല നോക്കാണി, നിർഭയത്വമുള്ള, സുരക്ഷിതത്വമുള്ള, ആർക്കും അവനവൻ ഇഷ്ടപ്പെടുന്ന ആരാധനയും വിശ്വാസവും അതുമായി ബന്ധപ്പെട്ടുന്ന സ്വഭാവശീലങ്ങളും കർമ്മങ്ങളുമൊക്കെ ആചരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു നാടാക്കി തീർക്കണമേ എൻ്റെ നാടിനെ. ഒപ്പം ഇവിടുത്തെ ഭരണാധികാരികളും, അദ്ദേഹം പറയാണ് 3750 വർഷം മുമ്പാണ് ഇവിടുത്തെ ഭരണാധികാരികളും പൊതുജനങ്ങളും ഏത് രൂപത്തിലും ഏത് തരത്തിലും ഏത് വിശ്വാസക്കാരായാലും അവരെത്രമാത്രം കൊടിയ ദുഷ്ടരും ക്രൂരരുമാണെങ്കിലും റബ്ബേ, ഈ നാടിന് നീ ഐശ്വര്യം നൽകണമേ, സമൃദ്ധി നൽകണമേ, സമ്പന്നത നൽകണമേ, ഇവിടെ ജീവിക്കാനുള്ള സുരക്ഷിതത്വം നൽകണമേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അദ്ദേഹത്തിന്റെ സമുദായത്തോടുള്ള പ്രത്യേകമായ സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. റബ്ബേ, ഇവിടെ ജീവിക്കുന്ന ഈമാനുള്ള, പരലോക വിശ്വാസമുള്ള, ഭയമുള്ള ആളുകൾക്ക് ഐശ്വര്യം നൽകണമേ എന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഖാല വമൻ കഫറ. ഇബ്രാഹിം, അത് ശരിയല്ല. ഏത്? ഈമാനുള്ളവർക്ക്, തൗഹീദുള്ളവർക്ക് മാത്രം ഐശ്വര്യം നൽകണമേ എന്ന പ്രാർത്ഥന, ആഗ്രഹം, നിലപാട്, അത് ശരിയല്ല. ഖാല വമൻ കഫറ. ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നതയുമൊക്കെ ഓരോ നാട്ടിലും ജീവിക്കുന്ന എല്ലാവർക്കും വേണം, അത് ഞാൻ എല്ലാവർക്കും നൽകും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മഹാനായ ഖലീലുർ റഹ്മാന്റെ വീക്ഷണത്തിൽ വന്ന ഒരു നേരിയ വീഴ്ചയെ
അവിടെ വെച്ച് തന്നെ തിരുത്തുന്ന മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യവും രാജ്യത്തെ ഭരണകൂടവും രാജ്യത്തെ മൃഗീയ ഭൂരിപക്ഷം വരുന്ന ആളുകളും മാന്യം മര്യാദക്കൊന്ന് കിടന്നുറങ്ങുവാൻ പോലും സമ്മതിക്കാത്ത രൂപത്തിൽ ആട്ടിപ്പായിക്കുമ്പോഴും മൃഗീയമായി പീഡിപ്പിക്കുമ്പോഴും അഗ്നിയിലെറിയുക വരെ ചെയ്തപ്പോഴും വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കഷ്ടപ്പാടുകളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നപ്പോഴും ഭാര്യയെ മറ്റൊരു ഭരണാധികാരി പിടികൂടി അപമാനിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായപ്പോഴും രാജ്യത്തിന്റെ സമൃദ്ധിയിലും രാജ്യത്തിന്റെ ഐശ്വര്യത്തിലും അഖണ്ഡതയിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന താല്പര്യം എന്തുകൊണ്ടും സമകാലിക സമൂഹത്തിലെ മുസൽമാൻ ഏറ്റെടുക്കേണ്ടവയാണ്. സമകാലിക ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ നിലപാട് ആരൊക്കെ എന്തൊക്കെയാണെങ്കിലും ഈ നാടിന് സ്വാതന്ത്ര്യം വേണം, സുരക്ഷിതത്വം വേണം, അഖണ്ഡത നിലനിൽക്കണം, ഐശ്വര്യം വേണം, സമൃദ്ധി വേണം. ഇവിടെ ജീവിക്കുന്ന മനുഷ്യരാരായാലും ശരി അവർക്ക് സുരക്ഷിതത്വം വേണം. അതിനെന്ത് ചെയ്യാൻ കഴിയും? അത് ചെയ്യാൻ കഴിയണം. നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുക കൂടി പോകണം. 2-3 ആഗ്രഹങ്ങളാണ് അദ്ദേഹത്തിന്. മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടും നമ്മളൊക്കെ ഇപ്പൊ ബേജാറായിക്കൊണ്ടിരിക്കുന്ന ആ 3 ആഗ്രഹങ്ങൾ ഒന്നെന്താണ്? നാട്ടിൽ സുരക്ഷിതത്വം വേണം. 2 തനിക്കും തന്റെ സന്തതി പരമ്പരകൾക്കും തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം. നമ്മുടെ പരമ്പരകൾക്ക് ഇവിടെ തൗഹീദ് ഉൾക്കൊണ്ട് കലിമത്ത് തൗഹീദിന്റെ വക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരുമായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ടാവണം എന്നത് നമ്മുടെ ആഗ്രഹമാവണം. 3-മത്തേത് അതല്ലേ നമ്മുടെ ആഗ്രഹം അല്ലേ? 3-മത്തേത് ഇത് രണ്ടും നിലനിൽക്കുന്നതോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവണം. അപ്പോ മുസ്ലിമീങ്ങളുടെ ഭരണപ്രദേശമല്ലാത്ത, ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത ഭരണകൂടത്തിൽ നിന്ന് നിരന്തരം തിരിച്ചടികൾ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹമാണെങ്കിൽ പോലും ആ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസൽമാന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകള്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പിതാവിന് പറയാനുണ്ടായിരുന്നത്, ഇബ്രാഹിം, ഇത് നീ നിർത്തിയിട്ടില്ലെങ്കിൽ ലഅർജുമന്നക വഹ്ജുർനി മലിയ, നിന്നെ ഞാൻ ആട്ടിയോടിക്കും, എറിഞ്ഞോടിക്കും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ എന്റെ കണ്ണെത്താത്ത ദൂരത്ത് എവിടെയെങ്കിലും പോയി നീ ജീവിച്ചു കൊള്ളുക എന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴും അദ്ദേഹം തിരിച്ചു പറയുന്നത് അപ്പം അസ്തഗ്ഫിറുലക സലാമുൻ അലൈക്, എന്റെ പൊന്നുപിതാവേ, ഞാനായിട്ട് അങ്ങേക്കൊരു അസ്വസ്ഥതയും ഉണ്ടാക്കുകയില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല. മാത്രമല്ല, ഞാൻ അങ്ങേക്കു വേണ്ടി അല്ലാഹുവോട് നിരന്തരം അപേക്ഷിച്ചു കൊണ്ടിരിക്കും. അതാണ് ഒരു പൗരന്റെ, ഒരു മകന്റെ രാജ്യത്തോടും കുടുംബത്തോടുമുള്ള ബാധ്യത. നോക്കൂ, അദ്ദേഹത്തിനെതിരെ നമ്രൂദായാലും മറ്റു നാട്ടുകാരായാലും അദ്ദേഹത്തിനെതിരെ നടപ്പാക്കിയ ക്രൂരതകളെ, ഗൂഢാലോചനകളെ വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് എക്കാലത്തേക്കുമുള്ള മുസൽമാന്മാർക്ക് വരാനിരിക്കുന്ന പരീക്ഷണങ്ങളായി പഠിപ്പിക്കുന്നത് കാണാം. വഇദ് യംകുറു ബിക്കല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യുഖ്രിജൂക ഔ യഖ്തുലൂക. വഇദ് യംകുറു ബിക്കല്ലദീന കഫറൂ, അവിശ്വാസികൾ പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ ആലോചിച്ചു കൊണ്ടേയിരിക്കും. എന്തിനാണ്? ലിയുസ്ബിതൂക,
നിങ്ങളെ ഈ നാട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത വണ്ണം എവിടെയെങ്കിലും ഒരിടത്ത് അടച്ചിടുവാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ അവർ ഉപയോഗിക്കും. അല്ലെങ്കിലോ ഔയഖ്തുലൂക, നിങ്ങളെ കൊന്നൊടുക്കി വംശനാശം വരുത്തുവാനുള്ള കുതന്ത്രങ്ങൾ അവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കും. അതുമല്ലെങ്കിലോ ഔയുഖ്രിജൂക, നിങ്ങളെ നാട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതെല്ലാ കാലത്തും മുഅ്മിനീങ്ങൾ നേരിടേണ്ടി വരും. വയംകുറൂന, അവർ ആ കുതന്ത്രങ്ങൾ ഖിയാമത്ത് നാളോളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വയംകുറുള്ള, അള്ളാഹുവിനും ചില തന്ത്രങ്ങളുണ്ട്. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അന്തിമ വിജയം അള്ളാഹുവിന്റെ തന്ത്രങ്ങൾക്കായിരിക്കും. അതാണ് മുസൽമാന്റെ പ്രതീക്ഷ. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ പാലിക്കാനുള്ളത്, നമുക്കുള്ള കടമകളും ബാധ്യതകളും എന്തെല്ലാമാണെന്നത് കൃത്യമായി ഉൾക്കൊള്ളുന്നവരാണ് എന്നെ കേൾക്കുന്നവർ എന്ന് എനിക്കറിയാം. മറ്റൊരു സന്ദർഭം നിങ്ങൾ നോക്കുക. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം. അദ്ദേഹം ജീവിക്കുന്നത് ഒരു അമുസ്ലിം നാട്ടിലാണ്. അവിടുത്തെ ഭരണാധികാരി മുസൽമാനല്ല, തൗഹീദുള്ളവനല്ല. ആ നാടിന് വരാനിരിക്കുന്ന ഒരു കഷ്ടപ്പാടിനെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞ അദ്ദേഹം നാട്ടിലെ ഭരണാധികാരിയോട് അവരെങ്ങനെയും തൊലഞ്ഞു പോട്ടെ, എന്നിട്ടൊക്കെ ഇസ്ലാമിന് ഭരണം കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് നേരാക്കാം എന്ന കുതന്ത്രമല്ല, ദുർബുദ്ധിയല്ല അദ്ദേഹം കാണിക്കുന്നത്. നാട്ടിൽ വരൾച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ആ വരൾച്ചയ്ക്ക് മുമ്പ് സമൃദ്ധമായ ഒരു കാലാവസ്ഥയുണ്ടാകുമെന്നും ആ വരൾച്ച കഴിഞ്ഞു പോകണമെങ്കിൽ ഈ സമൃദ്ധമായ കാലാവസ്ഥയെ വിദഗ്ധമായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം ഭരണാധികാരിക്ക് ഉപദേശം നൽകുമ്പോൾ ഭരണാധികാരി അതിനിപ്പോ എന്താ വഴി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഖാല ഇജ്അൽനി അലാ ഖസാഇനിൽ അർള്, ഇജ്അൽനി അലാ ഖസാഇനിൽ അർള് ഇന്നി ഹഫീളുൻ അലീം. ഈ രാജ്യത്തിന്റെ ഭക്ഷ്യവകുപ്പ്, ഈ രാജ്യത്തിന്റെ കാർഷിക വകുപ്പ് എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് വിശ്വസ്തയോടെ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്ത് രാജ്യത്തെ കരകയറ്റാൻ എനിക്ക് കഴിയും, എനിക്കതിനറിയാം എന്ന് തന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു രാജ്യത്തിന്, അമുസ്ലിം രാജ്യത്തിന്, തന്റെ ഭരണാധികാരിക്ക്, രാജ്യക്കാർക്ക്, പ്രജകൾക്ക്, പൗരന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം, തന്റെ കഴിവിൽപ്പെട്ടത് ചെയ്യാമെന്ന് അങ്ങോട്ട് വാഗ്ദത്തം ചെയ്യുകയാണ്. ഇതൊന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ബിന്യാമീനിനെ അദ്ദേഹത്തിനരികിൽ പിടിച്ചു വെക്കാൻ വേണ്ടി യൂസുഫ് അലൈഹി ഇസ്ലാമിനൊരു സൂത്രം പ്രയോഗിക്കേണ്ടി വരുന്നു. ആ സൂത്രം പ്രയോഗിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അദ്ദേഹം ആ നാട്ടിലെ മന്ത്രിയാണ്, അദ്ദേഹത്തിന് അധികാരമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ മാക്കാനലി യഖുദ അഖാഹു ഫീ ദീനിൽ മലിക്, ആ രാജ്യത്തെ നിയമവ്യവസ്ഥ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്റെ സഹോദരനെ ഒരു കള്ളനാക്കി, മോഷ്ടാവാക്കി ചിത്രീകരിച്ച് ഒരു മോഷ്ടാവിനെ പിടിച്ചു വെക്കുന്നു എന്ന ഭാവത്തിൽ അദ്ദേഹത്തിന് അനിയനെ കൂടെ നിർത്തേണ്ടി വന്നു എന്ന് പറയുന്നിടത്തുണ്ട് രാജ്യം അമുസ്ലിമീങ്ങളുടേതായിരുന്നു, ഭരണാധികാരി മുസ്ലിം ആയിരുന്നില്ല, അവിടെ ഇസ്ലാമിക വ്യവസ്ഥകളല്ല ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിട്ടും താൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടിനോട് എത്രമാത്രം കൂറ് പുലർത്താമോ, എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം നടത്തിയ സംഭാവന എന്നത്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തോടുള്ള ബാധ്യത എന്താണ് എന്ന്, കടമ എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് എന്നത് മുഅ്മിനീങ്ങൾ ഓർത്തുവെക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു സംഭവം വിശുദ്ധ ഖുർആനിലുള്ളത്, ജാലൂത്ത് എന്ന ഒരു അഹങ്കാരിയായ ഒരു രാജാവ് ബനൂ ഇസ്രായേലികളെ തകർത്തെറിയാൻ ശ്രമിക്കുകയും ബനൂ ഇസ്രായേലികളുടെ വേദഗ്രന്ഥമായിരുന്ന തൗറാത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്തത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അള്ളാഹുവിനാൽ നിയോഗിതനായ താലൂത്ത് രാജാവിന്റെ നേതൃത്വത്തിൽ ഒരു പോരാട്ടം നടക്കുന്നു. താലൂത്തിന്റെ സൈന്യവും ജാലൂത്തിന്റെ മുമ്പിൽ പരാജയപ്പെടും എന്നിടത്തെത്തുന്ന സമയത്ത് 20 വയസ്സ് പോലും തികയാത്ത ചെറുപ്പക്കാരനായിരുന്ന ദാവൂദ് തന്റെ ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്ന് തനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തോ അത് ചെയ്യുന്നു. അവർ
തനിക്ക് ചെയ്യാൻ കഴിയുന്നതെന്തോ അത് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ആ കഴിവ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയതിലൂടെ ജാലൂത്ത് പരാജയപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. രാജ്യം സുരക്ഷിതമായി വരുന്നു എന്ന്. എന്താണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസൽമാൻ ആ രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും അഖണ്ഡതക്കും അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ സൗകര്യത്തിനും സ്വസ്ഥതക്കും സുരക്ഷിതത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവനാണ് എന്നാണ്. ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കുള്ള ബാധ്യത എന്താണ്? ഭരണാധികാരികളെ വാഴിക്കാനും ഭരണാധികാരികളെ മാറ്റാനും നമുക്ക് ലഭ്യമാകുന്ന ജനാധിപത്യ വ്യവസ്ഥയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ലഭ്യമാകുന്ന അവസരം ഏതാണ്? ഇലക്ഷന്റെ സമയം, തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം നബി നമ്മുടെ മുമ്പിലുണ്ട്, യൂസുഫ് അലൈഹിസ്സലാം നമ്മുടെ മുമ്പിലുണ്ട്, ദാവൂദ് അലൈഹിസ്സലാം നമ്മുടെ മുമ്പിലുണ്ട്. രാജ്യത്ത് ഗൂഢാലോചന നടത്തുകയോ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുക എന്നതല്ല മുസൽമാന്റെ നിലപാട്. ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടുന്ന സമയത്ത് തൻ്റെതായ ഭാഗം കൃത്യമായി ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നതാണ് മുസൽമാൻ ചെയ്യേണ്ടുന്നത്. അവിടെ ആർക്ക് വോട്ട് ചെയ്താലും ഇവരൊക്കെ അവിടെ പോയാൽ ഏതെങ്കിലും മറ്റേ പാർട്ടിക്ക് മാറും, അതുകൊണ്ട് ഞാനാണ്ട് പോകണില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല നമ്മുടെ ബാധ്യത. ഈ രണ്ടു കൂട്ടർക്ക് വോട്ട് ചെയ്താലും അവിടെ ചെന്നാൽ അവർ രണ്ടു കൂട്ടർ ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് ആര് ജയിച്ചാലും കുഴപ്പമില്ല, പിന്നെന്തിനാ ഞാൻ പോകണോ എന്നതല്ല. ഇവരൊക്കെ കൈക്കൂലിക്കാരാണ്, അഴിമതിക്കാരാണ്, ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാനായിട്ട് കൈക്കൂലിക്ക് അഴിമതിക്ക് ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണ കൂട്ടു നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു നിൽക്കുക എന്ന അരാഷ്ട്രീയവാദവും മുസൽമാന് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്താണോ ചെയ്യേണ്ടുന്നത് അത് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരു പക്ഷേ അവസാനത്തെ അവസരം ഇതായിരിക്കാമെന്ന നേർക്ക് നേരെയുള്ള കാഴ്ചപ്പാടിൽ ഈ രാജ്യം, ഇവിടെ മുസൽമാന് ജീവിക്കണം, മുസൽമാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുകോടി ജനങ്ങൾക്കും ഇവിടെ സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. അത് ചെയ്യാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നു കിട്ടുന്നത്. അത് വിനിയോഗിക്കുന്നത് മതപരമായ നമ്മുടെ ബാധ്യതയാണ് എന്നത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം, ഉഹദിന്റെ രണാങ്കണത്തിൽ 3000 വരുന്ന സൈന്യത്തോട് മുസ്ലിമീങ്ങൾ പോരാടുന്നു. മുസ്ലിമീങ്ങൾ പരാജയത്തിന്റെ വക്കത്തിലെത്തുന്നു. 70ഓളം മുസ്ലിമീങ്ങൾ ഷഹാദത്ത് വരിക്കുന്നു. യുദ്ധം അവസാനിച്ചതിന് ശേഷം ഷഹാദത്ത് വരിച്ചവരെയും മുറിവേറ്റവരെയും അന്വേഷിച്ചുകൊണ്ട് പടക്കളത്തിലൂടെ നടക്കുന്ന കൂട്ടത്തിൽ മുസ്ലിമീങ്ങളെ കാണുന്നതിനിടയിൽ മക്കക്കാരനല്ലാത്ത ഒരു മദീനക്കാരനും ഉണ്ടായിരുന്നു. അയാൾ മുസ്ലിം ആയിരുന്നില്ല. ആലോചിച്ചോടി, മുസ്ലിം അണികളിൽ നിന്ന് യുദ്ധം ചെയ്ത ആൾക്കൂട്ടത്തിൽ ഒരാൾ മുസ്ലിം അല്ലാത്ത ആളായിരുന്നു. അയാൾ അതിന് പറഞ്ഞ ന്യായം എന്താണ്? ഞാൻ ഇസ്ലാമിനെ സംരക്ഷിക്കാനല്ല, പക്ഷെ എൻ്റെ നാടിനെ പ്രതിരോധിക്കാൻ എനിക്കൊരവസരം കിട്ടിയിട്ട് അത് ഞാൻ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു രാജ്യസ്നേഹിയല്ല, അതുകൊണ്ട് ഞാൻ മുസ്ലിം അണികൾക്കൊപ്പം പോരാടും എന്ന് അയാൾ പ്രഖ്യാപിച്ചു. അയാൾ യുദ്ധത്തിൽ വീരമരണം പ്രാപിച്ചു. അയാളുടെ ആ മരണത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്ലാഘിക്കുകയും അതൊരു രാജ്യസ്നേഹിയുടെ നിലപാടാണെന്ന് പുകഴ്ത്തി പറയുകയും ചെയ്തത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അപ്പൊ ഏത് നിലയിലും നമ്മുടെ നിസ്സംഗ ഭാവം നമ്മൾ ഒഴിവാക്കിയേ മതിയാകൂ എന്നർത്ഥം. ഇസ്ലാമിനോട്, ഇസ്ലാമിന്റെ വളർച്ചയോട്, ഭാവി തലമുറയുടെ സുരക്ഷിതമായ ജീവിതത്തോട്, നമ്മുടെ രാജ്യത്തിന്റെ ശരിയായ നിലനിൽപ്പിന്, രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കുമുള്ള നമ്മുടെ ബാധ്യത നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ പ്രവർത്തനത്തിൽ ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. നേരിന്റെ പക്ഷത്ത് നിലകൊള്ളാൻ, ഇസ്ലാമിന്റെ നിലനിൽപ്പിനു വേണ്ടി തന്നാൽ കഴിയുന്നത് ചെയ്യാൻ, രാജ്യം നിലനിൽക്കുവാൻ വേണ്ടി തന്നാൽ ചെയ്തത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ നിലപാടുകളോട് യോജിച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. الحمد لله الواحد القهار العزيز الغفار المتكبر الجبار له الكتاب وإليه الإياب وعليه الحساب وصلى الله وسلم على نبينا وصفينا وحبيبنا وسيدنا محمد الأمين
وعلى آله وأزواجه الطاهرات أمهات المؤمنين وأصحابه الفائزين برضا الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ വിനീത വിധേയരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട അനുയായികളായി ജീവിക്കാനും മരിക്കാനും പരമാവധി പരിശ്രമിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ എലക്ഷൻ എന്ന് നമുക്കറിയാം. ഈ എലക്ഷന്റെ പേരിൽ, തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ജുമയും ഒഴിവാക്കാൻ പാടില്ല. ജുമയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എലക്ഷൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനും പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലെ നമ്മുടെ ബൂത്തുകളിൽ 1000-ഓ 1500-ഓ 1750-ഓ മെമ്പർമാരാണ് ഉണ്ടാവുക. അവർക്ക് സുരക്ഷിതമായി ഒരു തിരക്കുമില്ലാതെ 10 മണിക്കൂർ 12 മണിക്കൂർ വോട്ട് ചെയ്യാനുള്ള അവസരവുമുണ്ട്. അതുകൊണ്ട് ജുമ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ജുമയുടെ സമയം കുറക്കണം, ജുമ പല പള്ളികൾ പല സമയത്തായി ക്രമീകരിക്കണം എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജുമകൾ, ഇബാദത്തുകൾ അതിൻ്റെ സമയങ്ങളിൽ തന്നെ കൃത്യമായി നടക്കണം. അതിന് തയ്യാറാവുന്ന, അതിന് നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി, വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട സമയങ്ങൾ നമ്മൾ ക്രമീകരിക്കണം. രാജ്യവും നമുക്ക് വലുതാണ്, ദീനും നമുക്ക് വലുതാണ്. ദീനീ നിലപാടുകൾ നമ്മുടെ പാരത്രിക വിജയത്തിനുള്ളതാണ്. രാജ്യം നിലനിൽക്കുക എന്നത് ദുന്യവിയും പാരത്രികവുമായ നമ്മുടെ വിജയത്തിന് കാരണവുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, ജുമുഅ എന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് എന്നാണ്. എലക്ഷൻ പ്രവർത്തനങ്ങളിൽ ബൂത്ത് പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സ്ലിപ്പ് മുറിക്കലോ അവിടെ ആളെ കൂട്ടലോ വോട്ടർമാരെ കൊണ്ടുവരലോ ഒക്കെ ആയിരുന്നു. ഞാൻ അതുകൊണ്ട് ജുമുഅക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ചിലപ്പോൾ അംഗീകരിച്ചു കൊള്ളണം എന്നില്ല. ജുമുഅയായിരുന്നു, അതുകൊണ്ട് എലക്ഷൻ പ്രവർത്തനങ്ങളിൽ ആളുകളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിന് വിരുദ്ധവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് കേവലം ഒരു രാഷ്ട്രീയക്കാരനായി ഒരു നിമിഷമെങ്കിലും തള്ളിപ്പോകാൻ മുസൽമാനില്ല. പിന്നീടല്ലേ ഒരു ദിവസം നമ്മളൊരു ദുനിയാജീവികളല്ല. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, ഞങ്ങളുടെ ദുനിയാവ് നന്നാക്കി തരണമേ, ദുനിയാവ് നന്നാക്കി തരണമേ എന്ന് മാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് പരലോകത്ത് യാതൊരു രക്ഷയും കിട്ടുകയില്ല ഈ നിലപാട് മാത്രമാണെങ്കിൽ. എന്നാൽ വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുനിയാവ് നന്നാക്കി തരണം പടച്ചവനെ, അതോടൊപ്പം ഞങ്ങളുടെ പരലോകവും നന്നാക്കി തരണമേ റഹ്മാനെ. അതും പോരാ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാനുള്ള സാഹചര്യമില്ലാത്ത രൂപത്തിൽ ഞങ്ങളെ വിശുദ്ധരായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട്. ഉലൈക ലഹുൻ നസീബും മിമ്മാ കസബൂ, അവർക്കാണ് അവർ പണിയെടുത്തതിന് ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ വിഹിതമായ നന്മയും ശാന്തിയും സമാധാനവും സ്വർഗവും ലഭിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ഒരു തരത്തിലുള്ള അലസതയുമില്ലാതെ ജനാധിപത്യ മതേതര വ്യവസ്ഥിതിയെ നിലനിർത്തുവാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം. അതോടൊപ്പം ഹയ്യ അല സ്വലാ എന്ന ഉച്ചയ്ക്കുള്ള പള്ളിമിനാരത്തിൽ നിന്ന് ആ വിളി കേൾക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവുകയും വേണം. കൂട്ടത്തിൽ പറയാനുള്ള ഒരു സംഗതി, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിർബന്ധ ജോലി ഉള്ള ആളുകൾ, അവർ മനസ്സിലാക്കേണ്ടുന്നത്, ഇമാം ഷാഫി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ജുമുഅയുമായി ബന്ധപ്പെട്ട നിലപാടുകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയും, 5 ആളുകൾക്ക് ജുമുഅ നിർബന്ധമില്ല. അതൊന്ന് സ്ത്രീകളാണ്, മറ്റൊന്ന് കുട്ടികളാണ്, മറ്റൊന്ന് രോഗികളാണ്, മറ്റൊന്ന് യാത്രക്കാരാണ്, ഒന്ന് അടിമകളാണ്. ഇവർക്ക് 5 പേർക്കും ജുമുഅ നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രത്യേകമായി ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് അദ്ദേഹം പറയും, ഒരു രാജ്യത്തെ ഭരണാധികാരി
താൻ ജുമഅക്ക് പോയാൽ രാജ്യത്ത് തനിക്ക് നിലനിൽപ്പില്ലാതാക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുമെന്നും എന്നിട്ട് തന്നെ രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്നും ഒരു പൗരൻ ഭയപ്പെട്ടാൽ, മുഅ്മിനീങ്ങളെ ആ പ്രയോഗങ്ങൾ ആലോചിച്ച് നോക്കാണേ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ജീവിക്കുന്നത് ഹിജ്റ 150 അദ്ദേഹം ജനിക്കുന്നത്. 204 അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ 1445. 1235 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മഹാപണ്ഡിതൻ മുൻകൂട്ടി കാണുന്നത് ഒരു രാജ്യത്തെ പൗരൻ, ഒരു മുസ്ലിം പൗരൻ ജുമഅക്ക് പോയാൽ ആ സമയം ഉപയോഗപ്പെടുത്തി ആ രാജ്യത്തെ ഭരണാധികാരി അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് തിരിച്ചടിയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന് ഒരാൾ ഭയപ്പെട്ടാൽ അയാൾക്കന്ന് ജുമഅ ഹറാമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അയാൾക്കന്ന് ജുമഅ നിർബന്ധമില്ല എന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ പ്രിയപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർമാരായി, ഇപ്പൊ റിട്ടേണിംഗ് ഓഫീസർമാരായി, പോളിംഗ് ഓഫീസർമാരായി, ബൂത്ത് ഏജന്റുമാരായി, ബൂത്ത് ലെവൽ ഓഫീസർമാരായി, കൗണ്ടിംഗ് ഏജന്റുമാരായി ഒക്കെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ധൈര്യപൂർവം നമുക്ക് നമ്മുടെ രാജ്യത്തോടും ദീനിനോടും ചെയ്യാൻ കഴിയുന്ന വലിയ ത്യാഗമായി, വലിയ സേവനമായി അത് കാണുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യണം. അവർ ളുഹ്ർ നമസ്കരിച്ചാൽ മതി, അവർക്ക് ജുമഅ നിർബന്ധമില്ല എന്നത് കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളുക. ഞാൻ ആ കോട്ടിങ്സ് ഉദ്ധരിച്ചതും കിതാബ് ഉദ്ധരിച്ചതും മഹാനായ ഇമാമുൽ ആദം ഷാഫി റഹിമഹുല്ലാഹയെ തന്നെ ഉദ്ധരിച്ചതും ആ വിശ്വാസക്കാർ നമ്മുടെ കൂട്ടത്തിൽ ധാരാളക്കണക്കിലുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാഹയെ ലോകത്തെ ഏറ്റവും വലിയ മഹാപണ്ഡിതനായി അംഗീകരിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്കോടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത്, രാജ്യം ഇബ്രാഹിം നബിയെ ഞാൻ കോട്ട് ചെയ്തത് അതിനാണ്, യൂസുഫ് അലൈഹി സ്വലാമിനെ ഞാൻ കോട്ട് ചെയ്തത് അതിനാണ്, ദാവൂദ് നബിയെ ഞാൻ കോട്ട് ചെയ്തത് അതിനാണ്. നമുക്ക് ഇതിന്റെ രണ്ടും നഷ്ടപ്പെടാതിരിക്കണം എന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ ഒരു കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കാവതല്ല. ഈ ജുമഅയുടെ പേര് പറഞ്ഞ് വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല. എന്നാൽ ജുമഅ ഒഴിവാക്കാതെ അത് നിർവഹിക്കാവുന്നവർക്ക്, വോട്ട് ചെയ്യാവുന്നവർക്ക് ജുമയും ഒഴിവാക്കാവതല്ല. ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ വ്യവസ്ഥ വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുക എന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു സംസാരമാക്കുന്നത്. അള്ളാഹു ശരിയായ നിലപാട് സ്വീകരിക്കാൻ, രാജ്യത്തെ രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമങ്ങളിൽ തോളോട് തോൾ ചേർന്ന് ഭാഗമാക്കാവുക. ഈ ദീനിന്റെ നിലനിൽപ്പിനും ഭാവി തലമുറയുടെ സുരക്ഷിതമായ ജീവിതത്തിനുമുള്ള സാമൂഹ്യ സാഹചര്യം ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അത് ദീനിയാണ്, മതമാണ്, തഴമ്പുരിയാണ്, ആരാധനയാണ് എന്ന വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായി പങ്കെടുക്കാനുള്ള ഈമാനും തൗഫീഖും നമുക്ക് നൽകുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നമ്മളുടെ കൈകളിലൂടെ നമ്മളുടെ മക്കളിലേക്ക്, നമ്മുടെ പേരമക്കളിലേക്ക് പരമ്പരാഗതമായി രാജ്യത്തിന്റെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും രാജ്യത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ സുരക്ഷിതമായ നിർഭയത്വമുള്ള രാജ്യമായി നമ്മുടെ രാജ്യത്തെ റഹ്മാനായ റബ്ബ് മാറ്റി തരുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള ഫാസിസങ്ങളിൽ നിന്നും, തീവ്രവാദങ്ങളിലും, വർഗീയതകളിൽ നിന്നും, ഭരണകൂട ഭീകരതയിൽ നിന്നും ഭയപ്പാടില്ലാതെ പൗരന്മാർക്ക് ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക്, ഞങ്ങളുടെ നാട്ടുകാർക്ക്, ഞങ്ങളുടെ രാജ്യക്കാർക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാ വിധത്തിലുള്ള വീഴ്ചകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ റഹ്മാനെ. കിതാബ് സുന്നത്തും അനുസരിച്ച് ദീർഘകാലം ജീവിക്കാൻ ഈമാനോടെ, തഖ്വയോടെ, തൗബയോടെ കലിമ ചൊല്ലി ദുനിയാവിനോട് വിട പറയാൻ അനുഗ്രഹിക്കപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും ഉൾപ്പെടുത്തേണമേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും ശിഫയാക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് മഴ നൽകണമേ റഹ്മാനെ. ലോകത്തെവിടെ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്നുവോ ആ അക്രമകാരികളെ ശിക്ഷിക്കണമേ റഹ്മാനെ. ദീനിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവർക്ക് സഹായം നൽകണമേ റഹ്മാനെ. അവരുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ റഹ്മാനെ. അവർക്കെതിൽ ഇറങ്ങിപ്പോട്ടപ്പെട്ട എത്ര വലിയ ശക്തന്മാരാണെങ്കിലും അവരെ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
واغفر لنا ذنوبنا وخطايانا يا غافر المذنبين توفنا مسلمين والحقنا بالصالحين وصلى الله وسلم على محمد